എക്സ് ബിസിനസ്സിൽ സപ്പോസ് ഒരു 50,000 റുപ്പീസ് ഒറിജിനൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത് ബൈ ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ബൈ ക്യാഷ് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ആ വർഷം അവന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. സപ്പോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുമ്പോൾ അവൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടോ കുറയോ? കൂടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സപ്പോസ് 5,000 റുപ്പീസ് കിട്ടി. അപ്പോൾ അവൻ്റെ ഒറിജിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 50,000 ആയിരുന്നല്ലേ. ഓക്കെ, ദെൻ ആ വർഷം അവന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി 5,000. നമുക്കറിയാം പാർട്ണർ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെടുത്ത് വായിച്ച് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ഇതിലോട്ട് വരേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമുക്കറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒറിജിനൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അത് നോക്കിയാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒറിജിനൽ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 50,000 രൂപ ഉണ്ടായിരുന്നു. ആ വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 രൂപ കിട്ടി. അപ്പോൾ അവൻ്റെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് 50,000 എന്നുള്ളത് ഇപ്പോൾ എത്രയായി? 55,000 ആയിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു, ഫ്ലക്ച്വേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ അവന് സാലറി കിട്ടി. ഒരു 15,000 സാലറി കിട്ടി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന വേറൊരു ഐറ്റം സാലറിയാണ്. അപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ എത്രയായി? 70,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. അപ്പോൾ 50,000 എന്നുള്ളത് 70 ആയി. ഓക്കെ, ദെൻ അടുത്തത് അവന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ ഷെയർ സപ്പോസ് ഒരു 20,000 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ എത്രയായി? 70 + 20 90,000 ആയി. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയായി? 90,000 ആയി. ഓക്കെ, അപ്പോൾ 50,000 എന്നുള്ളത് 55,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. പിന്നെ ദെൻ 70,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. പിന്നെ എത്ര? 90,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. സപ്പോസ് ആ വർഷം അവൻ ഡ്രോയിങ്സ് നടത്തി. ഡെബിറ്റ് സൈഡിന് വരുന്ന ഐറ്റം അടുത്തത് ഏതാ? ഡ്രോയിങ്സ് ഒരു 10,000 റുപ്പീസ് ഡ്രോയിങ്സ് നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 90,000 എന്നുള്ളത് 10,000 ലെസ് ചെയ്ത് 80,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു 5,000 ചാർജ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ എത്രയായി? 90,000 നിന്ന് 10,000 ലെസ് ചെയ്ത് 80,000 ആയി. 80,000 നിന്ന് 5,000 ലെസ് ചെയ്ത് എത്രയായി? 75,000 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത്? ടോട്ടൽ 90,000, അതിൽ നിന്ന് 15,000 ലെസ് ചെയ്യുമ്പോൾ 75,000 ടു ബാലൻസ് ക്യാരി ഡൗൺ. ഈ പറഞ്ഞത് മനസ്സിലായോ? എന്താ മനസ്സിലാക്കിയേ? എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ണറാണ്. ആ എക്സ് ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് 50,000 റുപ്പീസാണ്. അതവൻ്റെ ഒറിജിനൽ ക്യാപിറ്റൽ. ദെൻ ആ വർഷം അവന് കിട്ടിയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000. അപ്പോൾ അവൻ്റെ ഒറിജിനൽ ക്യാപിറ്റൽ 50,000 + 5,000 55,000. ദെൻ സാലറി എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ 70,000 ആയി. ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്തു. അത് 50 ഇപ്പോൾ 70 ആയി, ഫ്ലക്ച്വേറ്റ് ചെയ്തു. ദെൻ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടിയത് 20,000. അപ്പോൾ വീണ്ടും ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്ത് 90,000 ആയി. അതിൽ നിന്ന് അവൻ ഡ്രോയിങ്സ് നടത്തി 10,000. അപ്പോൾ 90,000 എന്നുള്ളത് എത്രയായി? 80,000 ആയി. 80,000 വീണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്തു. അത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എത്രയായി? 75,000 ആയി. 75,000 75,000 ആയി. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 50,000. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര? 75,000. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ബാലൻസ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിച്ചത് കൊണ്ട് ക്യാപിറ്റലിൻ്റെ ബാലൻസ് എന്ത് ചെയ്തു? ഫ്ലക്ച്വേറ്റ് ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ എന്ത് വിളിക്കുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. വാട്ട് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് പാർട്ണർ. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒറ്റ അക്കൗണ്ടേ ഉള്ളൊരു പാർട്ണർക്ക്. Under this method, all the yearly adjustments relating to salary, commission, interest on capital, share of profit or loss, drawings, interest on drawings, etc. are shown in the capital account. ഇതെല്ലാം എവിടെ തന്നെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കാണിക്കുന്നതുകൊണ്ട് the capital balance will fluctuate. Hence the capital balance will fluctuate from time to time. സമയങ്ങളിലെ വർഷങ്ങളിൽ ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദിസ് മെത്തേഡ് ഈസ് കാൾഡ് ഫ്ലക്ച്വേറ്റിംഗ് ഓർ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ
ഈസ് ഡിഫറൻറ്റ് ഫ്രം ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ബാലൻസും ഡിഫറൻ്റ് ആയിരിക്കും. എന്താ ഇവിടെ നോക്കാം, ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 ആണ്, അത് ക്ലോസിംഗ് ആയപ്പോൾ എത്ര 75,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ബാലൻസും ക്ലോസിംഗ് ബാലൻസും എന്തായിരിക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇൻ ഷോർട്ട്, വാട്ട് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? Under fluctuating capital method, a capital account is maintained for each partner. Under this method, the capital balance will fluctuate. Capital balance will fluctuate due to showing all the yearly adjustments. In the capital account. എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കാണിക്കുന്നതുകൊണ്ട് ക്യാപിറ്റൽ ബാലൻസ് വിൽ ഫ്ലക്ച്വേറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പറഞ്ഞു. ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും അടുത്ത ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. വാട്ട് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, എ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ. ഓക്കെ, all the yearly adjustments such as salary, commission, interest on capital, share of profit, drawings, etc. are shown in the capital account. As a result, the capital balance will fluctuate from time to time or year to year. So this method is called fluctuating or floating capital method. And under this method, the opening and closing capital balance will different. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസും ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ ചെറിയൊരു ഇല്ലുസ്ട്രേഷനിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. എക്സ് എന്ന് പറയുന്ന പാർട്ടിൻ്റെ ഓപ്പണിംഗ്, ആ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ചോണം. ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് അറിയാമെങ്കിൽ നമുക്കിത് പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. എക്സ് എന്ന് പറയുന്ന പാർട്ണറുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒറിജിനൽ ക്യാപിറ്റൽ എത്ര 50,000 ഉണ്ടായിരുന്നു. ആ വർഷം അവന് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ 5,000 കിട്ടി. അപ്പോൾ കിട്ടുമ്പോൾ പാർട്ണർ ക്യാപിറ്റൽ കൂടും, 55,000 ആയിട്ട് കൂടി. ആ വർഷം സാലറി ഒരു 15,000 കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ എത്രയായി 70,000 ആയി. ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ 70,000. പിന്നെ അവന് ഷെയർ ഓഫ് പ്രോഫിറ്റ് 20,000 കിട്ടി. അപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എത്രയായി 90,000 ആയി. അതായത് 50,000 എന്നുള്ളത് ഇപ്പം 90,000 ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ആ വർഷം അവൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ 90,000 നിന്ന് 10,000 നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി. 10,000 ലെസ് ചെയ്യുമ്പോൾ എത്രയായി 80,000 ആയി. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര 5,000 സപ്പോസ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എത്രയായി 75,000. അതായത് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എല്ലാം കൂട്ടുമ്പോൾ 90,000. ക്രെഡിറ്റ് സൈഡിൽ എത്ര 90,000, ഡെബിറ്റ് സൈഡിൽ 15,000. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര 75,000. മനസ്സിലായോ? അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എത്ര? ക്ലോസിംഗ് ക്യാപിറ്റൽ 75,000, ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000. രണ്ടും ഡിഫറൻ്റ് ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസും ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഈ മെത്തേഡിനെ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ഓർ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ണർ ക്യാപിറ്റൽ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് അറിയണമെങ്കിൽ പാർട്ണർ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. നോക്കി, ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നോക്കി, ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്, അതാണ് നമ്മൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുന്നത്. കണ്ടോ, ബൈ ബാലൻസ് ബ്രോ ഡൗൺ. അതല്ലെങ്കിൽ ഓർ ബൈ ക്യാഷ് ഓർ ബാങ്ക് ഓർ അസറ്റ്, അതാണ് ഒറിജിനൽ ക്യാപിറ്റൽ. അത് രണ്ടിലെങ്കിലും ഒന്നേ വരത്തുള്ളൂ. റണ്ണിങ് ഫേം ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്നെഴുതും. ഓക്കെ, ദെൻ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് ആണെങ്കിൽ ഒറിജിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അസറ്റായിട്ടോ കൊണ്ടുവരികയാണെങ്കിൽ അത് ഒറിജിനൽ ക്യാപിറ്റൽ. ദെൻ അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന അടുത്ത ഐറ്റം, രണ്ടാമത്തെ ഐറ്റം അഡീഷണൽ ക്യാപിറ്റലാണ്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും ഒന്നുകിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അസറ്റായിട്ടോ കൊണ്ടുവരാം, അത് അഡീഷണൽ ക്യാപിറ്റൽ. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന അടുത്ത ഐറ്റം സാലറി, ദെൻ കമ്മീഷൻ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി നമുക്ക് ഓക്കെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് വരുന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒരു പാർട്ണർഷിപ്പ് ഓർഗനൈസേഷനിൽ
പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ആ അക്കൗണ്ടിൻ്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. നമ്മൾ ഒരു സോൾ ട്രേഡിംഗ് കൺസേണിലാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ പിന്നെ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പിന്നെ ഒരു അക്കൗണ്ട് കൂടെ പ്രിപ്പയർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അവിടെ നിന്നാണ് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുന്നത്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്ന അക്കൗണ്ട് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് മൂന്നാമത് നമ്മൾ പഠിക്കുന്ന ഒരു അക്കൗണ്ടാണ്. നേരത്തെ നമ്മൾ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അനുസരിച്ചാണ് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ തൽക്കാലം ഇങ്ങനെ പറയുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്ന അക്കൗണ്ട് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ, അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓർ ഒറിജിനൽ ക്യാപിറ്റൽ, അത് ബൈ ക്യാഷ് ഓർ അസറ്റ്. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ വരുമ്പോഴത്തേക്കും ബൈ ക്യാഷ് ഓർ അസറ്റ് ഓർ ബാങ്ക്. ദെൻ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡിൽ. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമുക്കറിയാം. ഏതൊക്കെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദെൻ ഷെയർ ഓഫ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഇത് നമ്മൾ പഠിക്കും, തൽക്കാലം ഇങ്ങനെ ഓർമ്മിച്ച് നോക്കുക. ഷെയർ ഓഫ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലെല്ലാം കൂട്ടി ഡെബിറ്റ് സൈഡിലതും കൂട്ടി ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ അത് ഇവിടെ എഴുതും. അത് അടുത്ത വർഷം ബ്രോ ഡൗൺ ചെയ്യും. ഇതിലൊരു ഡേറ്റ് കോളമുണ്ട്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. സപ്പോസ് ഡേറ്റ് 1/1/2018 ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇത് ഒറിജിനൽ ക്യാപിറ്റലാണെങ്കിൽ, ഓപ്പണിംഗ് ക്യാപിറ്റലാണെങ്കിൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ 1/1/2018, ഒറിജിനൽ ക്യാപിറ്റലാണെങ്കിൽ 1/1/2018. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഡേറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഡേറ്റ് ഇവിടെ എഴുതുക. പിന്നെ സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഷെയർ ഓഫ് പ്രോഫിറ്റും കിട്ടുന്നതെല്ലാം ക്ലോസിംഗ് ഡേറ്റിലായിരിക്കും, വർഷം അവസാനമായിരിക്കും. അതെല്ലാം ക്ലോസിംഗ് ഡേറ്റ. ദെൻ ഡെബിറ്റ് സൈഡിന് വരുന്ന ഐറ്റംസ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ആസ് പെർ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ. ഇതെല്ലാം ക്ലോസിംഗ് ഡേറ്റ ആയിരിക്കും. ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിക്കാൻ ഒരു പാടുമില്ല. നമ്മൾ നേരത്തെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇത് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. There are two methods of maintaining partners capital account. They are fluctuating capital method and fixed capital method. Then fluctuating capital method, what is fluctuating capital method? Under fluctuating capital method, a capital account is maintained for each partner. Fluctuating capital method ഒരു capital account ഓരോ പാർട്ണർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. And all the yearly adjustments such as salary, commission, interest on capital, share of loss, profit, drawings, etc. are shown in the capital account. As a result, the capital balance will fluctuate from year to year. So this method is called fluctuating or floating capital method. In short, under fluctuating capital method, the capital balance of the partner will fluctuate due to showing all the yearly adjustments in the capital account. ചുരുക്കി പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ബിക്കോസ് ഡ്യൂ ടു ഷോയിങ് ഓൾ ദി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കി നമ്മുടെ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എന്താ പറഞ്ഞത് ഇതിൽ? ആ എക്സ് എന്ന് പറയുന്ന പാർട്ണറുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, സാലറി, പ്രോഫിറ്റ് വരുമ്പോൾ ക്യാപിറ്റൽ ബാലൻസ് 90,000 ആയി. അതിൽ നിന്ന് ഡ്രോയിങ്സും കൂടി 15,000 ലെസ് ചെയ്യുമ്പോൾ 75,000 ആയി മാറും. ഓക്കെ.